ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ മേഴ്സി ഫോർ നൺ എന്നൊരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. മൊത്തം 7 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സൺഗ്ലാസ് ധരിച്ച ഒരു നിഗൂഢ മനുഷ്യൻ ചെയർമാൻ ജൂവോണിനെ കണ്ടുമുട്ടുന്നതോടെയാണ്. ജൂവോൺ അയാളോട് കീജുൺ വന്നിരുന്നു. ഗീസോക്കിൻ്റെ മരണത്തിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് അവൻ സംശയമുണ്ട്. അപ്പോൾ അയാൾ പെട്ടെന്നല്ലേ അവൻ്റെ അനിയൻ മരിച്ചുപോയത്, അതല്ലേ അങ്ങനെ ചോദിക്കുന്നത്. ജൂവോൺ, ഞാൻ നിന്നോടും ചോദിക്കുകയാണ്, അവൻ്റെ മരണത്തിൽ ഞാൻ അറിയാത്ത എന്തേലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം ജൂവോണിലേക്ക് തിരിച്ചു വിടുകയും അവനെ കൊന്നത് ആ പയ്യന്മാർ തന്നെയാണോ എന്ന് അന്വേഷിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്യും. ശേഷം മറ്റൊരിടത്ത് പ്രോസിക്യൂട്ടറുടെ ഓഫീസിലെ പ്രത്യേക അന്വേഷണ വിഭാഗം ഗീസോക്കിൻ്റെ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ജൂവൂണും ബോങ്സാനും ചെയർമാൻ ഓ നയിക്കുന്ന ഒരു സംഘത്തിൽ എങ്ങനെയായിരുന്നുവെന്ന് അവർ വിവരിക്കുന്നു. ചെയർമാൻ ഓ ആയിരുന്നു എല്ലാത്തിൻ്റെയും തലവൻ. എന്നാൽ ചെയർമാൻ ഓയുടെ മകൻ്റെ മരണം ആ ടീമിൻ്റെ അട്ടിമറിക്ക് കാരണമായി. അങ്ങനെയാണ് ജൂവൂൺ, ബോങ്സാൻ എന്നിങ്ങനെ 2 ടീമുകളായി തരംതിരിഞ്ഞത്. അതിനു മുമ്പ് ഇതൊരൊറ്റ ടീമായിരുന്നു. അതിൽ ജൂവൂണും ബോങ്സാനും അധികാരം ഏറ്റെടുത്തു. പിന്നീട് ഡെപ്യൂട്ടി ചീഫ് പ്രോസിക്യൂട്ടർ സണ്ണിനോട് ഞാൻ നിനക്കൊരു അവസരം തരാം, എന്നിട്ട് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകാൻ ആവശ്യപ്പെടുന്നു. ഈ സൺ നമ്മുടെ ജൂവോൻ്റെ മകനായിരിക്കും, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടല്ലോ. ശേഷം ഗീസോക്കിനെ കുത്തിയ പയ്യൻ്റെ സഹോദരനെ കുറ്റസമ്മതം നടത്താൻ പ്രേരിപ്പിക്കുന്നതിനായി ഗീജുൺ ഭീഷണിപ്പെടുത്തുന്നു ഫോണിലൂടെ. അവന് ഗീജുൺ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ പൊക്കിയിട്ടുണ്ടാവും. ഇതുവരെ നിന്റെ അനിയന് കുഴപ്പമൊന്നുമില്ല, ആരാ നിന്നെ ഈ പണി ഏൽപ്പിച്ചത്? അപ്പോൾ അവൻ, നിങ്ങൾ ഗ്രേവിയാർഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഓ, നിങ്ങൾ പഴഞ്ചനല്ലേ. ഗ്രേവിയാർഡ് എന്നൊരു ചാറ്റ് റൂമുണ്ട്. പണത്തിന് വേണ്ടി എന്നെപ്പോലെ ഒളിച്ചോടിയ പയ്യന്മാരെ അവർ അവരുടെ വൃത്തികെട്ട ജോലികൾക്കായി ഉപയോഗിക്കും. പക്ഷെ ഇത്തവണ വലിയൊരു ഡീല് വന്നുപെട്ടു. ഇതിനു മുമ്പ് അവരിത്ര പണം തന്നിട്ടില്ല. എവിടെ പോകണമെന്നും ആരെ കൊല്ലണമെന്നും മാത്രമാണ് അവർ പറഞ്ഞത്, അല്ലാതെ വേറൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ആ ഗ്രേവിയാർഡിലുള്ളവർ അവനു വേണ്ടി മിസ് യൂൺ എന്നൊരു വക്കീലിനെ നിയമിച്ചിട്ടുണ്ട്. ഞാൻ അവരെ ഇവിടെ എത്തിക്കാം, ഇനി എന്തേലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി എന്ന് പറയും. ശേഷം വക്കീൽ യൂൺ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗീജുൺ അവളുടെ കാറിൽ കയറുന്നു. നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ മരിച്ചുപോയ ഗീസോക്കിൻ്റെ ചേട്ടനാണ്. അവൻ ഗ്രേവിയാർഡിനെ കുറിച്ച് ചോദിക്കുന്നു. അവൾ, ഈ ഗ്രേവിയാർഡ് എന്നത് ഫുഡ് ഡെലിവറി ആപ്പുകൾ കടകളെ ഡ്രൈവർമാരുമായി ബന്ധിപ്പിക്കുന്ന പോലെ ഇത് ക്ലയൻറ്റുകളെ മറ്റുള്ളവരുമായി ബന്ധിപ്പിക്കുന്നു. ഇപ്പോൾ ഏതെങ്കിലും VIPക്ക് ഒരു പ്രശ്നം വന്ന് ജയിലിൽ പോകേണ്ടി വന്നാൽ ഈ ഗ്രേവിയാർഡിലേക്ക് വിളിച്ച് തനിക്ക് പകരം ജയിലിലേക്ക് പോകാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞാൽ ഈ ഗ്രേവിയാർഡ് ഇങ്ങനെയൊരു ഇൻഫോർമേഷൻ ചാറ്റ് റൂമിലുള്ള എല്ലാവർക്കും പാസ് ചെയ്യും. അതിന് വലിയൊരു എമൗണ്ടും വാഗ്ദാനം ചെയ്യും. ഈ കുറ്റം ചെയ്ത ആളെയും അതിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ ബലിയാടാക്കുന്ന ആളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പരിപാടിയാണിത്. എനിക്കിത്രേ അറിയൂ. ഞാൻ ആ കമ്പനിക്ക് നിയമോപദേശം നൽകുന്ന ഒരാൾ മാത്രമാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അവരോട് തന്നെ നേരിട്ട് പോയി ചോദിക്കണം. എന്നിട്ട് എൻ ക്ലീൻ എന്നൊരു പേരിൽ ബിസിനസ് നടത്തുന്ന സിയോങ് എന്നൊരാളുടെ ബിസിനസ് കാർഡും കൊടുക്കുന്നു. ശേഷം ഗീജുൺ സിയോങ്ങിൻ്റെ ഓഫീസിലേക്ക് ചെല്ലും. അവിടുത്തെ സ്റ്റാഫ്, ഞങ്ങളിവിടെ ഇപ്പോൾ ക്ലോസ് ചെയ്തു, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ സിയോങ്ങിനെ വിളിക്കാൻ പറയും. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങളിവിടെ എന്താ ചെയ്യുന്നതെന്ന് നിനക്കറിയോ? അറിയോ ഇല്ലയോ? അപ്പോഴേക്കും ഇവന് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോഴേക്കും അവിടെ അടിപൊട്ടു. ശേഷം സിയോങ്ങിന് ഒരു കോൾ വരും. ആരാണെന്ന് ചോദിക്കുമ്പോൾ ഗീജുൺ ആണെന്ന് പറയും. ഞാൻ എന്തിനാ വിളിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഞാൻ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്, നീ വാ. സിയോങ് ഇത് കേട്ട് ഭയങ്കര ടെൻഷനാവുകയാണ്. എന്നിട്ട് ഓഫീസിൽ ഇപ്പോൾ എത്ര പേരുണ്ടെന്ന് ചോദിക്കും. ശേഷം ഓഫീസിലേക്ക് വീണ്ടും ഒരുപാട് ആളുകൾ വരുന്നു ഗീജുണിനെ അടിക്കാനായിട്ട്. ആ സമയത്താണ് അതിലൊരുത്തൻ്റെ ഫോൺ വൈബ്രേറ്റ് ആവുന്നത്. ശേഷം അവിടേക്ക് സിയോങ് എത്തും. തൻ്റെ സ്റ്റാഫിനെ എല്ലാം അടിച്ചിട്ട് ഓഫീസ് വളരെ പരിതാപകരമായ അവസ്ഥയിലായിരിക്കും ഉള്ളത്. സിയോങ് മുട്ടുകുത്തി നിന്ന് ഗീജുണിനോട്, ഞാൻ എനിക്ക് കിട്ടുന്ന ഓർഡർ അനുസരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ കൊല്ലാനായി ആ കൊച്ചു ഫുണ്ടകളെ അയക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? കൊല്ലേണ്ടത് ഗീസോക്കിനെ ആണെങ്കിൽ അവനെ കൊല്ലാൻ ഞാൻ പ്രൊഫഷണൽസിനെ അയച്ചേനെ. അവൻ മരിച്ചെന്ന് പോലും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അതാരാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ സിയോങ്, വിശ്വാസമാണ് ബിസിനസ്സിലെ ഏറ്റവും വലിയ എത്തിക്സ്. ഞാനൊരു ക്ലയൻറ്റിനെ ഒറ്റിക്കൊടുത്തെന്ന് ലോകം അറിഞ്ഞാൽ പിന്നെ എൻ്റെ ബിസിനസ് എല്ലാം പോകും.
ഞാനത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളും പ്രശ്നത്തിലാകും. അപ്പോൾ അത് ഞാൻ നോക്കിക്കോളാമെന്ന് പറയും. പെട്ടെന്നൊരു അടി പൊട്ടുന്ന ഒച്ച കേൾക്കും. ജുൻമോ ആണ് ആക്രമണത്തിന് പിന്നിലെന്ന് സിയോങ് പറയും. ബോങ്സാൻ്റെ മകൻ, അവനാണ് ആ പയ്യന്മാരെ അയച്ചത്. ഇതും കേട്ട് കലിയിളകി നിൽക്കുകയാണ് ഗീജുണ്. ശേഷം ജുൻമോ ആണ് അപകടത്തിന് പിന്നിലെന്ന് ചെയർമാൻ ജൂവൺ മനസ്സിലാകുന്നു. അതും ജൂവണിൻ്റെ മാനേജർ ചോയ് പറയുന്നതിലൂടെ. മാനേജർ ഇതിനെതിരെ നടപടിയെടുക്കാൻ പോകുമ്പോൾ ജൂവൺ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ആദ്യം ഞാൻ ബോങ്സാനെ ചെന്നൊന്ന് കാണട്ടെ. അപ്പോൾ ചോയും അതിന് സമ്മതിക്കും. അതേസമയം മാനേജർ കിം സിയോങ്ങിനെ കാണുകയും ഗീജുനോട് ജുൻമോയെക്കുറിച്ച് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞെന്നും സിയോങ് പറയും. ഇത് കേട്ട് ദേഷ്യം വരെയായിരിക്കും കിമ്മിന്. ശേഷം 2 ചെയർമാൻമാരും കണ്ടുമുട്ടുന്നു. ചെയർമാൻ ഓയിൽ നിന്ന് വേർപിരിഞ്ഞതിന് ശേഷമുള്ള അവരുടെ കരാറിനെക്കുറിച്ച് ജൂവൺ ബോങ്സാനെ ഓർമ്മിപ്പിക്കുന്നു. ആരും മറ്റൊരാളെ മറികടക്കില്ലെന്നും അങ്ങനെ ചെയ്താൽ അവർ പണം നൽകുമെന്നും തൻ്റെ മകൻ ഗീസോക്കിനെ കൊന്നുവെന്നും ബോങ്സാൻ വിശ്വസിക്കുന്നില്ല. ഗീസോക്കിൻ്റെ മരണമറിഞ്ഞപ്പോൾ അതൊരു അപകട മരണമായിരിക്കണേ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇനി അത് നിന്റെ മകനാണേലും അതിലൊരു ഒഴിവുകഴിവുമില്ല. നിന്റെ മകൻ ജുൻമോ സിയോങ്ങിനെ പണി ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ഗീജുൺ അവൻ്റെ ഓഫീസ് തകർത്തത്. എൻ്റെ മകൻ്റെ ജീവനെതിരെ ഭീഷണി മുഴക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ബോങ്സാൻ ചോദിക്കും. അവനെതിരെ ഒരു വിരൽ ഞൊടിച്ചാൽ പോലും ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ജൂവൺ, നിനക്കിനിയും മനസ്സിലായില്ലേ? ഇന്നലെ എൻക്ലീൻ ഓഫീസാണ് ഗീജുൺ തകർത്തത്. ഇനി നിന്റെ മകനെ നോക്കേണ്ടത് നീ തന്നെയാണ്. ജൂവൺ ഗീജുണിനെ കുറിച്ച് ബോങ്സാന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ആ സമയം അവിടേക്ക് ഗീജുൺ വരുന്നു. ജുൻമോയെക്കുറിച്ച് തനിക്കറിയാമെന്ന് അയാൾ വെളിപ്പെടുത്തുകയും ഗീസോക്കിൻ്റെ ഭരണവുമായി അവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ജൂവൺ, ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല, ജൂവൺ ഗ്രൂപ്പിൻ്റെ പ്രശ്നം കൂടിയാണ്. ഇത് ഞാൻ നോക്കിക്കോളാം. അവർ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് വിശ്വസിച്ച് ഒന്നും ചെയ്യാതെ വെറുതെ നോക്കിയിരിക്കാൻ അയാൾ അവരോട് പറയുന്നു. അവൻ പോയതിനു ശേഷം ചെയർമാൻ ബോങ്സാൻ ചെയർമാൻ ജൂവൂണിനോട് സഹായം ചോദിക്കുന്നു. ബോങ്സാൻ ജൂവൂണിന് തൻ്റെ ഡെക്രോ ഹോട്ടൽ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ആ ഹോട്ടൽ കിട്ടിയാൽ പിന്നെ സ്ഥലക്കച്ചവടത്തിൻ്റെ വേറൊരു പ്രശ്നവും ഉണ്ടാവില്ല. ശേഷം ബോങ്സാൻ മകനെ കാണാൻ പോകുന്നു. അവൻ ചെയ്തതിന് അവന് നല്ലൊരു അടി കൊടുക്കുന്നു. നീയാണോടാ അത് ചെയ്തത്? ഉത്തരം പറയടാ. ഗീസോക്കിനെ നീയാണോ കൊന്നത്? അതെ, ഞാനാണ്. എന്നിട്ട് വീണ്ടും കുറേ കൊടുക്കും. എന്തിനാടാ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ എൻ്റെ ആളുകളുടെ മുന്നിൽ വെച്ച് എന്നെ അടിച്ച് അപമാനിച്ചു വിട്ടു. ഇത് കേട്ട ബോങ്സാൻ, ആദ്യമായിട്ടൊന്നുമില്ലല്ലോ ആരെങ്കിലും നിന്നെ അപമാനിക്കുന്നത്. ജീവിതകാലം മുഴുവൻ അപമാനിക്കപ്പെട്ടില്ലേ? പിന്നെ ഒരു ദിവസം കൂടി അപമാനിക്കപ്പെട്ട എന്തായിരുന്നു കുഴപ്പം? അവൻ, നിങ്ങളെന്തൊരു തന്തയാടോ, ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ കഴിവ് തെളിയിച്ചത്. ഇനി ഗീജുൻ്റെ കൈകൊണ്ട് ചാവണ്ടെങ്കിൽ ആദ്യം എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. ശേഷം ഗീജുൺ ബ്യൂങ് ഹോ എന്ന വ്യക്തിയെ കണ്ടുമുട്ടുന്നു. പഴയ കാലത്തെ പോലെ എൻ്റെയിലുണ്ടായിരുന്ന പോലെ ഒരു ബാറ്റ് വേണമെന്ന് അവൻ പറയുന്നു. ഇത് ഉണ്ടാക്കാൻ കുറച്ച് സമയമെടുക്കുമെന്ന് ബ്യൂങ് ഹോ പറയുന്നു. പരിക്കേറ്റ കണങ്കാലിന് അവനൊരു മെറ്റൽ പീസായിരിക്കും സപ്പോർട്ടിന് വെച്ചിരിക്കുന്നത്. അത് കണ്ട് മറ്റവൻ അത് സ്റ്റഡിയാക്കാനായി ഒരു ഉപകരണം കൊടുക്കും. പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹേബോം ഗീജുണിനെ കണ്ടുമുട്ടുകയും അവർ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ജുൻമോയുടെ സ്ഥലം കണ്ടെത്താൻ അവർ ലോയർ യൂണിനെയും ഗ്രേവിയാർഡിനെയും ഉപയോഗിക്കുന്നു. ജുൻമോൻ്റെ ഫോട്ടോ ഗ്രേവിയാർഡിൽ കൊടുത്ത് ഇവനെ കണ്ടെത്തുന്നയാൾക്ക് 30 മില്യൺ വോണായിരിക്കും റിവാർഡ്. ഇത് ചാറ്റ് റൂമിലുള്ള എല്ലാ ബോയ്സിനും ഇൻഫോർമേഷൻ കിട്ടും. അവൻ്റെ വണ്ടി നമ്പർ വരെ കൊടുക്കും. അങ്ങനെ ഈ ഗ്രേവിയാർഡിലുള്ള ഒരു ഡെലിവറി ബോയ് അവനുള്ള കാറിൻ്റെ നമ്പർ പ്ലേറ്റ് വരെ വീഡിയോ എടുത്ത് ആ ചാറ്റ് റൂമിൽ അയക്കും. അങ്ങനെ അവന് കിട്ടിയ ത്രില്ലിൽ നിൽക്കുകയായിരിക്കും അവരുടെ ടീം. ശേഷം ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. സൺഗ്ലാസ് ധരിച്ച ആ മനുഷ്യൻ ജൂവൂണിനെ വിളിച്ച് ജുൻമോ ആണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു. അവരുടെ ഒരു നിയമം പിന്തുടരണോ, അത് ലംഘിക്കണോ, അതോ ബോങ്സാൻ ഗ്രൂപ്പിനെ മുഴുവൻ ഏറ്റെടുക്കാൻ സാധ്യതയുള്ള ഒരു പുതിയ നിയമം ഉണ്ടാക്കണോ എന്ന് പരിഗണിക്കാൻ അയാൾ ജൂവൂണിനെ ഉപദേശിക്കുന്നു. ഇതെല്ലാം ജൂവൂണിൻ്റെ മകനായ സൺ അടുത്ത മുറിയിലിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു, ഒരു ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട്. തുടർന്ന് അവനൊരു ഫയലിലേക്ക് നോക്കുന്നു. അതിൽ ബോങ്സാനുള്ള തിരച്ചിലിനും പിടിച്ചെടുക്കലിനുമുള്ള വാറൻറ്റിൻ്റെ അപേക്ഷ കടലാസായിരിക്കും ഇത്. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.